അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിറ്റേന്ന് രാവിലെ അതാ നൂർജഹാൻ പെട്ടെന്ന് തന്നെ കാറെടുത്ത് ഇറങ്ങി. ഒരു നിമിഷം ജസീറിനോട് പോലും ഒന്നും അവൾ പറഞ്ഞില്ല. എന്നാൽ ഉമ്മ കണ്ടില്ലേ ആ പമ്പർന്നോള പോക്ക്. ജസീറെ, എൻ്റെ കയ്യിന് എല്ലില്ലാതായി പോയി അല്ലേ? അതുകൊണ്ടാണ് ഓള് കാറെടുത്തൊരു പോക്ക. എങ്ങോട്ടാണാവോ? ഇവിടെ ഒരുത്തി ജീവിച്ചിരുന്നു, ആദ്യ എന്നുള്ള പേരുള്ള ഒരുത്തി. ഉമ്മ, ഹാദിയ, അതിനെക്കുറിച്ച് ഉമ്മ മിണ്ടരുത്. എന്താടാ? ഒന്നുമില്ല. എല്ലാവരും കണക്കിന് ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാൽ എൻ്റെ ആങ്ങളൻ്റെ മോളെന്ന് പറഞ്ഞ് ഈ ഒരുത്തിയുണ്ടല്ലോ, ഒരുമ്പെട്ട സാധനം. അവൾ കയ്യും കാലും വെട്ടി മൂലക്കിലിടുക വേണ്ടത്. ഒരു തള്ള ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു വാക്ക് ചോദിച്ചില്ല. പുതിയാപ്പിളയായ നീ ഉണ്ട്, ഒരു വാക്ക് മിണ്ടോ പറയേ ചെയ്തില്ല. എന്താ ഓളോ അഹങ്കാരം? ഓള് പോയില്ലേ, കാറെടുത്ത് പോണ് കണ്ടാലും ഓളെ വിചാരം ഓളെക്കാളും വലിയൊരു ആളില്ല എന്നാ. നാശം, ഇതിപ്പോൾ വല്ലാത്തൊരു കെണിയായിപ്പോയി. നമ്മളൊക്കെ ഇരുത്തി പഠിപ്പിക്കുക, അവൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, പേരിന് എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചായ ബൂസ്റ്റ് എന്ന് തന്നെ മുമ്പൊക്കെ കൊണ്ടുവന്ന് തരും. അല്ലാതെ ഈ വീട്ടിൽ ഒരു പണി എടുക്കണില്ല. ഉമ്മ വേലക്കാരത്തികൾ മുഴുവൻ പറഞ്ഞയച്ചത് എന്തിനാ? അതെ, ഓളിവിടെ ഉണ്ടാകുമ്പോഴേ അവളെ കൊണ്ടൊന്ന് എടുപ്പിക്കാൻ തന്നെ. വേലക്കാരത്തികളൊക്കെ ഞാൻ കണ്ടറിഞ്ഞ് തന്നെയാണ് പറഞ്ഞയച്ചത്. അങ്ങനെ വിട്ടാൽ പറ്റൂല. എന്നിട്ട് എന്തായി? നിങ്ങൾ തന്നെ പിന്നെ എന്താ കാട്ടുക? ഓൾ നേരെ വെളുത്താൽ ഇറങ്ങല്ലേ. എങ്ങോട്ടാണാവോ ഈ പോക്ക്? അയ്യോ, ഓനെത്ര ആണാണെന്ന് പറഞ്ഞിട്ട് കാലം. എൻ്റെ കയ്യിന് എല്ലില്ല. കയ്യിന് എല്ലില്ലെങ്കിലേ രണ്ടെണ്ണം പൊട്ടിക്കാണ് വേണ്ടത്. നേരം വെളുത്ത് ഓളോളെ സോട്ടും കൂട്ടും ഒക്കെ ഇട്ടാണ്ട് പോക്കാണ് പോകും. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു തള്ള ഉണ്ടെന്നോ ഭർത്താവ് ഉണ്ടെന്നോ അല്ലെ അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നോ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഉമ്മ, നിങ്ങൾ നൂർജഹാനെ വിവാഹം ആലോചിച്ചപ്പോഴേ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇജെന്താ ഓളെ ഭാഗത്താണ്? അല്ലെങ്കിലും ഞാൻ വിചാരിച്ചിരിക്കണം എനിക്ക് കുറച്ചൊരു ഓളോട് ഒരു കൂടുതലായിട്ടൊരു സ്നേഹം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു പെൺകോന്തനായി മാറിയിരിക്കണേ. ഓളെ പേടിയാണ് എനിക്ക്. ഉമ്മ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആടാ ഇങ്ങനെ അല്ലായിരുന്നു. ഈ ആണത്തുള്ളവനെ വിചാരിച്ചിരുന്നു ഞാൻ. പെണ്ണുങ്ങളെ വാക്ക് കേട്ട് നിൽക്കണം ഒരുത്തനും എനിക്കിഷ്ടമല്ല. ഞാൻ സഫീർ എവിടെ ഏതൊക്കെയാവോ അവന് എല്ലാം ഒരു കഥ. ഉമ്മ, നിങ്ങൾ എന്താടാ ജസീറെ? എനിക്കിപ്പോൾ ഉമ്മ വിളിച്ച ഒരു സോപ്പിടിൽ കുറച്ച് കൂടി ഇങ്ങനെ അല്ലായിരുന്നല്ലേ ഈ? എന്തായിരുന്നു എൻ്റെ അഹങ്കാരം? ഇപ്പോൾ എവിടെ അഹങ്കാരമൊക്കെ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പെണ്ണുങ്ങൾ അടക്കി ഒതുക്കി നിർത്തിയില്ലെങ്കിലേ ഈ തറവാടിൻ്റെ പുറത്തായിരിക്കും. മനസ്സിലായല്ലോ? പുളിക്കൽ തറവാട്ടിൽ അങ്ങനെ പെണ്ണുങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കണോലും ഇവിടെ വേണ്ട. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഉമ്മ തന്നെ ഉണ്ടല്ലോ എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം നടത്താനൊക്കെ അല്ലേ? എടാ, ഈ എന്നോട് തട്ടുത്തരം പറയാൻ തുടങ്ങിക്കണോ? വേണ്ടാത്ത നീ നിൽക്കണ്ട. തട്ടുത്തരം പറഞ്ഞ ചെറിക്കിൻ്റെ അടുത്ത് നിന്ന് കിട്ടും, കരുതിക്കോ. എനിക്ക് നിങ്ങൾ വലിപ്പം കയറിയിട്ടൊന്നുമില്ല. നിങ്ങളിൻ്റെ രണ്ടിരട്ടി ഉണ്ട് വലിപ്പം, അതെനിക്കറിയാം. പക്ഷേ എന്നോട് കളിച്ചാലേ സ്വഭാവം ഞാനാണ് മാറും, മനസ്സിലായിക്കോ. പിന്നെ എന്നോട് കളിച്ചവരാരും ഇവിടെ നിന്നിട്ടില്ല. ഒരു തരി സ്വത്ത് ഇവിടുന്ന് കിട്ടും എന്നുള്ള ഒരു ചിന്തയും വേണ്ട, മനസ്സിലായല്ലോ? ജസീറിന് ദേഷ്യമാണ് വന്നത് ഉമ്മയുടെ സംസാരം കേട്ട്. ഉമ്മ നിർത്തുന്നുണ്ടോ? എന്താടാ? അല്ലെങ്കിൽ ഉമ്മാൻ്റെ പുന്നാര മോനായിരുന്നല്ലോ, എപ്പോഴും സഫീറിനായിരുന്നല്ലോ കുറ്റം. ഇപ്പം എന്താ? നല്ല സാധനം തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിക്കണേ ശ്രദ്ധിക്കണേ. ഓളെ കെട്ടിയതിൻ്റെ ശേഷം എൻ്റെ സ്വഭാവം പറ്റങ്ങോട്ട് മാറിയിക്കണേ. ജസീറിനെ നല്ല രീതിയിൽ ഉമ്മ ചീത്തറിഞ്ഞു. ഒന്നും മിണ്ടാതിക്കും നിങ്ങൾ. ആയിക്കോട്ടെ, അല്ലെങ്കിലും പെണ്ണെട്ടി കഴിഞ്ഞാലേ പെണ്ണുങ്ങളെ മതിയോ എനിക്ക്? പെറ്റ തള്ളനാണ്ട് ഒഴിവാക്കും. ഇപ്പം കണ്ടില്ലേ, ഞമ്മക്ക് ഒരു വിലയില്ല. ഞാൻ എന്ത് കാര്യത്തിനാണ് ഇവിടെ എനിക്കും വേണ്ടി ഇങ്ങനെ ഉള്ളുരുകീൻ്റെത്? ഉമ്മ അങ്ങോട്ട് ഉള്ളുരുകിയിട്ട് എനിക്കും വേണ്ടിയിട്ട് ഇല്ലേ. പിന്നെ സഫീറിനേക്കാൾ അന്നോടായിരുന്നു എനിക്ക് കമ്പനി. വല്ലാത്തൊരു ചെക്കൻ തന്നെ ആയിക്കോട്ടെടാ, ആണ് പോയിക്കോ. എന്നാലും എൻ്റെ പെണ്ണുങ്ങൾ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇജ്ജ് അനുഭവിക്കുജ് നോയിക്കോ. പറ്റ തള്ളാണ് ഈ പറയണത്. ഉമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? ഒരു മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും തരാതെ ശരിക്കും ജസീർ ഉമ്മയോട് ചൂടായി. എന്നാൽ അതാ ഉമ്മ ജസീറിൻ്റെ നേർക്ക് കയ്യൊഴിക്കൊണ്ട്, എടാ അന്നെ ഞാൻ കൊല്ലുടാ, നോക്കിക്കോ. ഉമ്മ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എൻ്റെ തലേക്കാണല്ലോ രാവിലത്തെ നിങ്ങൾ കയറിയിട്ടുള്ളത്. ജസീറെ, എൻ്റെ സ്വഭാവം എത്രമാത്രം നല്ലതാണ് എനിക്ക് നന്നായിട്ടറിയാം. ചിലക്കണ്ട എന്നോട് കൊന്ന് ഞാൻ കുഴിച്ചു മുടും, നോക്കിക്കോ. ഉമ്മ, എൻ്റെ സ്വഭാവം മോശമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഉമ്മയാണ് എന്നെ രീതിയിൽ കേടുവരുത്തിയത്. ഉമ്മ മാത്രം, അതെ ഉമ്മ മാത്രം. എൻ്റെ എല്ലാ ദുസ്വഭാവത്തിനും കാരണം ഉമ്മയാണ്. എന്നെ പഠിപ്പിച്ചത്. എന്താടാ എന്നെ പഠിപ്പിച്ചത്? ഉമ്മ, ഇഷ്ടമായിരുന്നു.
എനിക്കോളെ ആശയെ എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞു അതിനെ അവൾ ഗർഭം ചുമന്നു. പക്ഷെ സമ്മതിച്ചില്ല. ഉമ്മ ഇല്ലാതാക്കിയില്ലേ എല്ലാത്തിനെയും. പാതിരാത്രി ഇറക്കി വിട്ടില്ലേ ആ പാവങ്ങളെ. ചെയ്യാൻ പാടുണ്ടായിരുന്നു ഉമ്മ. നിങ്ങൾ എന്തൊരു ദുഷ്ടയാണ്. എടാ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരികളെ ഗർഭിണിയാക്കിയത് പോരാ, നിനക്ക് അവരെ ഇവിടെ വളർത്തും വേണമല്ലേ ഉമ്മ. അതെ, ആ വേദന എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഉമ്മ അത്രക്കും വലിയ ക്രൂരത ചെയ്തെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയ ക്രൂരത ചെയ്യാൻ ഒരു മടിയുമില്ല. ഞാൻ എല്ലാവരെയും ഉപദ്രവിക്കും, എല്ലാവരെയും ഞാൻ വെറുപ്പിക്കും, എല്ലാവരെയും ഉമ്മ എനിക്ക് കണ്ടെത്തി തരുന്ന എല്ലാവരും ഞാൻ ഇല്ലാതാക്കും. നോക്കിക്കോ ആദിയ, അതെ ഉമ്മ എനിക്ക് കണ്ടെത്തി തന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യമാണ് അവളോട്. ആദ്യ രാത്രി മുതൽ അതുവരെയും ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ബെഡിൽ അവളെ കിടത്തിയിട്ടില്ല. എനിക്കിതിന് ഇഷ്ടമല്ലായിരുന്നു. അതെ, എനിക്ക് ഒരിക്കലും വീടിന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഈ റൂമിന് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ എന്നുള്ളത്. ഉമ്മ കണ്ടെത്തി തന്ന് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടറിഞ്ഞ് സ്നേഹിച്ച, അതെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് മനസ്സറിഞ്ഞ് സ്നേഹിച്ച പെണ്ണിനെ, അതെ ഞാനൊരു ആണല്ലേ, അവളൊരു പെണ്ണല്ലേ, അറിയാതെ ഞങ്ങളുടെ ഇഷ്ടം അങ്ങ് കൂടിപ്പോയി. അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. അതത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ഉമ്മ അതിന് സമ്മതിച്ചില്ല. ഞാൻ ഉമ്മയോട് പറഞ്ഞല്ലോ, ഉമ്മ ഞാനവളെ വിവാഹം കഴിച്ചോളാം, നിക്കാഹ് കഴിച്ചോളാം. ഉമ്മ സമ്മതിച്ചില്ലല്ലോ. അത് ആടാ ഗർഭിണിയായ പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ, നാണക്കേടുണ്ടാക്കാൻ തറവാടിനെ. ഉമ്മ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാവണം. എൻ്റെ കുഞ്ഞിനെ അവൾ ഗർഭം ചുമന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. പക്ഷെ ഉമ്മ സമ്മതിച്ചില്ല. എൻ്റെ സകല നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു പുലർച്ചെ രാവിലെ വന്ന് ആയിഷയെ വിളിക്കുന്ന സമയത്ത് അവളുടെ ഉമ്മയില്ല, അവളില്ല. അതെ, എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് ഉമ്മക്കറിയില്ലല്ലോ. അത്രക്കും ഉമ്മ എന്നെ, അതെ എൻ്റെ നിയന്ത്രണം തെറ്റി. എൻ്റെ ഉമ്മ അത്ര വലിയ തെറ്റ് ചെയ്തെങ്കിൽ എനിക്കിനി ഈ ലോകത്തൊന്നും നോക്കാനില്ല. അതെ, ഇടത്തും വലത്തും നോക്കാനില്ല. എനിക്ക് എന്തും ചെയ്യാം, ആരെയും എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യാൻ. അതിനുവേണ്ടി ഉമ്മ എനിക്ക് കണ്ടെത്തി തന്നതായിരുന്നു അന്നും നൂർജഹാനെ. എന്നാൽ അന്ന് ഞാൻ നൂർജഹാനുമായി പോയത് മറ്റെങ്ങോട്ടുമല്ല, റിസോർട്ടിലേക്കായിരുന്നു. അതെ, അവളുടെ മുമ്പിൽ വെച്ച് ഞാൻ മറ്റൊരു പെണ്ണിനെ, മിണ്ടലയുടെ അവിടെ തള്ളാരോട് പറഞ്ഞ വർത്താനാണതൊക്കെ. അതെ, ഉമ്മ എന്നോട് അത്രക്കും ശത്രുത എനിക്ക് പഠിപ്പിച്ചു തന്നു. ആ ഒരു വേദന എൻ്റെ ഇടനെഞ്ചിൽ കിടന്ന് കനലെരിയുന്ന പോലെ എരിയുകയാണ്. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ തെറ്റുകാരനാക്കിയത് നിങ്ങളാണ്. ഹാദിയെ കൊല്ലാൻ ശ്രമിച്ചത്, അതുപോലെ എല്ലാവരെയും വേദനിപ്പിച്ചത്, സകല പെണ്ണുങ്ങളോടും കമ്പനി കൂടിയത്, എന്നിട്ട് അവർ ഉപേക്ഷിച്ചത് ഒക്കെ ഉമ്മയോടുള്ള പകയാണ്. ഉമ്മ എന്നെ സമ്മതിച്ചില്ല. എൻ്റെ യഥാർത്ഥ ജീവിതം ആസ്വദിക്കാൻ എന്നെ ഉമ്മ സമ്മതിച്ചില്ല. എൻ്റെ കുഞ്ഞിനെ അടക്കം ഉമ്മ ഇല്ലാതാക്കി. അന്ന് മുതൽ ഞാനൊരു ക്രൂരനായി. അതെ, ജസീർ ദുഷ്ടനാണ്, ക്രൂരനാണ്, പെണ്ണുപിടിയനാണ്, മദ്യപാനിയാണ്. ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. എല്ലാ രീതിയിലും ഞാനൊരു ദുഷ്ടൻ. എന്തിന്? ഈ ദുനിയാവിൽ. അതെ, എൻ്റെ പേര് അങ്ങനെയായി കഴിഞ്ഞു. കാരണം എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ ചെയ്യാം, ആരും ചോദിക്കാനും പറയാനില്ല. എൻ്റെ എല്ലാ രീതിയിലും എനിക്ക് പോലീസിൻ്റെ, അതുപോലെ കോടതിയുടെ, ജഡ്ജിയുടെ, അതുമാത്രമല്ല വക്കീലിൻ്റെ ഒക്കെ സപ്പോർട്ടുണ്ട് എന്ത് തെറ്റ് ചെയ്താലും. പക്ഷേ പണത്തിൻ്റെ മേൽ ഒന്നും നടക്കില്ലുമ്മ. എൻ്റെ മനസ്സിന്നും കനലെരിയുന്ന പോലെ എരിയുന്നുണ്ട്. ഇന്നും ഞാൻ നൂർജഹാനെ വിവാഹം കഴിച്ചു, ശരിയാണ്. പക്ഷേ അവൾ എന്നെ തളർത്തി കളഞ്ഞു. ആടാ, നിനക്ക് നൂർജഹാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, ബാക്കി എല്ലാവരെയും നീ അങ്ങ് കീഴ്പ്പെടുത്തി. നൂർജഹാനെ മാത്രം നീ അങ്ങ് തലയിൽ വെച്ചുകൊണ്ടു. അല്ല, എനിക്ക് ഒരിക്കലും നൂർജഹാനുമായി ഒരു ബന്ധവുമില്ല. അതെന്താ? ഇല്ല, ഇന്ന് വരെ ഇല്ല. പിന്നെ ആരോടുള്ള നിനക്ക് ബന്ധം? ആരോടോ ഒന്നും ഉണ്ടല്ലോ. നിനക്ക് കണ്ടാൽ അറിയാൻ, നിൻ്റെ കള്ള ലക്ഷണം, നിൻ്റെ മുഖം കണ്ടാൽ. അതിനെക്കുറിച്ച് ഉമ്മ എന്നോട് ചോദിക്കണ്ട. ഇനി എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുക്കും. എടാ, വേണ്ടാത്തിലെങ്ങാനും ചെന്ന് ചാടി ഇങ്ങോട്ടെങ്ങാനും കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാലിയാൻ വിട്ടും കരുതിക്കോ. ശരിക്കും അതാ അവൻ്റെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ ഒരു നിമിഷം വിതുമ്പിപ്പോയി. ഉമ്മ മതിയായില്ല എന്നെ ശിക്ഷിച്ചത്. എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഉമ്മ എനിക്ക് തരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഉമ്മ തരുന്നില്ല. ഞാനൊരു ദുഷ്ടനാണ്, ഞാൻ ചതിയനാണ്. അതെ, എനിക്ക് എൻ്റെ മൈൻഡ് എന്തൊക്കെയോ തോന്നി പോവുകയാണ്. ഉമ്മ എന്നെ ജീവിക്കാൻ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഉമ്മ എന്നെ സമ്മതിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. എടാ,
കണ്ട വേലക്കാരികളെയും പ്രേമിച്ച് അവർക്ക് വയറ്റിലുണ്ടാക്കി അവരങ്ങോട്ട് ഏറ്റെടുത്ത് എൻ്റെ മരോളാക്കി ആ കുട്ടിയെ ഇവിടുത്തെ പേരക്കുട്ടിയാക്കി നിർത്താനേ ഞാൻ സമ്മതിക്കൂല. ആഹാ അതിനോട് നിന്റെ മരിച്ചു പോയ ബാപ്പാനോട് വേറെ പോയി പെണ്ണിട്ടാൻ പറയും. ആഹാ ആ തള്ള സമ്മതിക്കുമായിരിക്കും. അതെ, മരിച്ചു പോയ ആ പിതാവിനെ വരെ അത്രക്കും അവർ മോശമായി ചിത്രീകരിച്ചു. നിന്റെ തന്തയോട് പറയടാ, നിന്റെ തന്ത മണ്ണിനടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നൊന്ന് കെട്ടട്ടെ, എന്നിട്ട് ആ തള്ളനോടൊപ്പം നീ അങ്ങ് സുഖിച്ചിട്ട് അങ്ങ് പറ ആ കാര്യങ്ങളൊക്കെ. അല്ലാതെ ഈ തള്ളനെ എനിക്ക് കിട്ടില്ല. ശരിക്കും മോശമായ രീതിയിലുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് പതറിപ്പോയി. അവൻ ശരിക്കും വിതുമ്പി പോവുകയായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അതെ, ഉമ്മയുടെ ആ ഒരു വാക്ക്. എന്നാൽ ഈ സമയം നൂർജഹാൻ അവൾ കാറോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, അതെ, ശരിക്കും സഫീറിൻ്റെ വീട്ടിലേക്കാണ് അവൾ പോകുന്നത്. വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അവൾ അറിയുന്നേയില്ല. അതെ, ജസീറിനെ ഒരു പാഠം പഠിപ്പിക്കണം, കൂടെ ഉമ്മയെയും. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്നാൽ അവൾ ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി നേരെ പോകുന്നത് നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ ഈ സമയം റിസ്വാന വക്കീലും സഫീറും അവരുടെ സുഖദുഃഖങ്ങളെല്ലാം പങ്കുവെച്ച് അവരുടെ വിഷമങ്ങളെല്ലാം അവർ ഇല്ലാതെയാക്കി അവർ ഒന്നായി മാറുകയായിരുന്നു. അവരുടെ സുഖസുന്ദരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ശരിക്കും റിസ്വാന വക്കീൽ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഫീർ, ഇനി ഒരിക്കലും ഇല്ല, എന്ത് ചെയ്യാൻ. പക്ഷേ അന്ന് നൂർജഹാൻ എന്നെ അങ്ങനെ വിളിച്ചത് കൊണ്ട് വേറെന്തൊക്കെയോ സംഭവിച്ചു അല്ലേ? ശരിയായിരിക്കാം, പക്ഷേ ഒരിക്കലും ഇനി ഇല്ല, നീ വിഷമിക്കണ്ട. ഒരിക്കലും മരണം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ല പെണ്ണെ. പടച്ച റബ്ബ് അതിന് വിധി കൂട്ടട്ടെ. ശരിക്കും റിസ്വാന വക്കീൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, ആറ്റുനോറ്റ് ആഗ്രഹിച്ച് കിട്ടിയതാണ് എൻ്റെ പെണ്ണിനെ. പക്ഷേ കൈവിട്ടു പോയപ്പോൾ ഞാൻ മരണത്തെ കൊതിച്ചു. അല്ലാ റബ്ബേ, എൻ്റെ പെണ്ണിനെ ആരും ശിക്ഷിക്കരുതേ അല്ലാ. പക്ഷേ എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതെ, അവന് നിന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വീട്ടിൽ ഉമ്മയും ജസീറും നല്ല കച്ചറയാണ്, തിരക്കാണ്. അതൊന്നും നൂർജഹാൻ അറിയുന്നില്ല. കാരണം ജസീറിനെ അങ്ങനെ ആക്കി മാറ്റിയത് ഉമ്മയാണ് എന്നാണ് അവൻ പറയുന്നത്. ജസീർ പറയുന്നു, കണ്ട വേലക്കാരി പെണ്ണുങ്ങളെ മേഞ്ഞിട്ട് അതെ അത് നടക്കൂല ഈ തറവാട്ടിലെ, അതങ്ങ് പുറത്ത് പോയി ചെയ്തോ. അല്ലാതെ ഈ തറവാടിനുള്ളിൽ നിങ്ങൾ ആളെ പറ്റിക്കായിരുന്നു അല്ലേ ഉമ്മ? എനിക്ക് പറ്റിപ്പോയതാണ്. ഞാൻ കുറച്ച് തൊലിവെളുപ്പും കുറച്ച് തണ്ടുന്നവരുള്ള കുട്ടികളെ കണ്ടാൽ പിന്നെ എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുമല്ലോ. എന്താടാ എൻ്റെയൊക്കെ നിലവാരം? ആ ഒരു തെരുവിൽ കഴിയുന്ന അറ്റങ്ങളെയാണല്ലോ നീ. നിനക്ക് നാണമില്ലേ ഉമ്മ? അവൾ നല്ലതായിരുന്നു എൻ്റെ ആയുഷ്യ. എടാ, ഇനിയും നാണമില്ലേ? ഓളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി എപ്പോഴും എല്ലും തോലുമായി പോയിട്ടുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല. മണ്ണ് തിന്നു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ആലോചിക്കണ്ട. എന്നാൽ അത് കേട്ട് അവൻ വിതുമ്പുകയായിരുന്നു. എന്നാൽ ഈ സമയം അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ്. ഇക്ക. അതെ, അവൻ്റെ വിഷമങ്ങൾ, അവൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം ഒരു നിമിഷം അവനങ്ങ് മറന്നു. എന്താടാ, ആരാ മെസ്സേജ് അയച്ചത്? അവൻ്റെ മുഖം തെളിഞ്ഞു. ഞാൻ വരാം. അവൻ പുറത്തേക്ക് ഇറങ്ങി. ഹലോ ഇക്ക, എവിടെയാ? കാണാൻ കൊതി തോന്നുന്നു കേട്ടോ. റസിയ, നീ എവിടെ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരയണം. നീ എവിടെയാ മുത്തേ? എനിക്കൊന്ന് കണ്ടില്ലേ, ഏതോ പെണ്ണിനോടാണ് ചാറ്റ് ചെയ്യണത്. കിളവൻ. ഇത്ര പ്രായമായല്ലോ എനിക്ക്. ഉമ്മ പ്ലീസ്. എന്താടാ? ഞാൻ വരാം. ഒരു സമാധാനം എനിക്ക് തരുമോ? എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ നിങ്ങൾ ഇല്ല, സമ്മതിക്കൂല. ഞാൻ എന്താണ് പറഞ്ഞത് അതങ്ങോട്ട് കേട്ടാൽ മതി. ഞാൻ എന്താ പറഞ്ഞത് അത് മാത്രം, അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു ഇഷ്ടം ഇവിടെ പാടില്ല. എനിക്കറിയാം, ഏറി വന്ന ഏതെങ്കിലും തൊഴിലില്ലാത്തവരോ തെരുവിൽ ജീവിക്കുന്നവരോ ഉണ്ട്, ഏതെങ്കിലും പെണ്ണുങ്ങളോടായിരിക്കും നിൻ്റെ പരിപാടി. അതെനിക്ക് നന്നായിട്ട് അറിയാടാ. അത്ര വലിയ കോടീശ്വരനൊന്നും കണ്ടുപിടിക്കൂല. എന്തിനാ കോടീശ്വരിയെ? എന്തിനാണ്? സ്ത്രീകളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. അവരുടെ മനസ്സാണ് നോക്കേണ്ടത്. മനസ്സ് നോക്കിയിട്ട് ഇങ്ങോട്ട് വാ, എനിക്ക് ഞാൻ തരാം. തൽക്കാലം നൂർജഹാൻ എനിക്കുണ്ട്, ഓളപ്പണ്ട് കഴിഞ്ഞാൽ മതി.
ഇതിപ്പോൾ ആരോടാന്നാവോ ചാറ്റിങ്? ഹലോ, ഞാൻ വിളിക്കട്ടോ. എന്നാൽ ഈ സമയം നൂർജഹാൻ, ഹലോ എന്തിക്ക പ്ലീസ് ഒന്ന് വന്നേ, എനിക്ക് കാണണമെന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് ബാപ്പ വിടുക അറിയില്ല. എന്നാലും അല്പസമയം ഒന്ന് സംസാരിച്ചിരുന്നൂടെ? എന്തിങ്ങനെ? ശരിക്കും അവൾ ആ കാർ യാത്രക്കിടയിൽ അവനോട് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ വരാം റസിയ, ഞാൻ വരാം. എങ്ങോട്ടാ? ഞാൻ പുറത്തിറങ്ങട്ടെ. ഇവിടെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞെടുത്തുണ്ട്, ഒന്നിനും സമ്മതിക്കില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ തന്നെ അതാ അവൻ പുറത്തേക്ക് ഇറങ്ങി. ഹലോ റസിയ. ഹലോ ഇക്ക, എവിടെങ്ങൾ? സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. നിങ്ങൾ ശബ്ദം കേട്ട ഉടനെ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു വിഷമം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നാ നമുക്കൊരു ടൂറ് പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതെന്നായിരിക്കും? അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ പറയാം. പിന്നെ ഇടക്കിടക്ക് നീ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ നിന്നോട് ചില നേരത്ത് ചില കളവുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു ഭാര്യയുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല എന്നൊക്കെ, അത് പിന്നെ ആണുങ്ങളെ നമ്പറല്ലേ. അവളുള്ളപ്പോൾ ഒരിക്കലും ഇങ്ങനെ വിളിക്കരുത് കേട്ടോ, മെസ്സേജ് മാത്രം മതി. ഒരുപക്ഷെ അവൾ വിളിച്ച് അവളെ പിടിച്ചു കഴിഞ്ഞാൽ ഉമ്മാനോട് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാക്കും. ഉമ്മ ഫുള്ള് സീനാടി. ഉമ്മ ഒന്നിനും സമ്മതിക്കൂല, എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഉമ്മ നിൽക്കൂല. കാരണം ഞാൻ നിന്നോടൊരു കഥ പറയാം. എന്ത് കഥ? കഥയൊക്കെ പറയാനുണ്ട്. അപ്പോഴേക്കും എടാ ജസീറേ, ഇവിടെ വാടാ. ആ ഫോൺ എടുത്ത് ഞാൻ വലിച്ചറിലേക്കും. ആരോടേക്ക് ഇന്നാരം പറയണത്? പിന്നെ ഉമ്മ, ഞാൻ വലിയ ആളാണ്, എനിക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ഞാൻ പറയും. ഉമ്മ എന്തിനാണ് ശല്യപ്പെടുത്താൻ നിൽക്കുന്നത്? അതെ, ഏതെങ്കിലും തെരുവ് പെണ്ണുങ്ങളെങ്ങാനും ഈ പറയിപ്പിക്കേണ്ട എന്നെ കൊണ്ട് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിക്കും, കരുതിക്കോ രണ്ടെണ്ണത്തിനെയും. ശരിക്കും ഉമ്മയും ജസീറും ഇപ്പോൾ നല്ല രീതിയിൽ ഭയങ്കര സ്റ്റണ്ടാണ് എന്ന് തന്നെ പറയാം. ശരിക്കും ഉമ്മ ജസീറിൻ്റെ നേരത്തേക്ക് വന്നു, കൈ വാങ്ങിക്കൊണ്ട്. എടാ, ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കും, ഒരു തരി ഞാൻ തരില്ല നിനക്ക്, കരുതിക്കോ. വേണ്ടാത്ത പണ്ടേ കുറച്ച് പാവങ്ങളോട് കുറച്ച് ഇഷ്ടവും സ്നേഹവും ഉള്ള ആൾക്കാരാണ്. ആ വേലക്കാരത്തി ആമിനത്താത്താൻ്റെ ആ മോള് കണ്ണെടുത്താൽ കണ്ടുപിടറ്റങ്ങളെ. ഉമ്മ, ഇനി അവരെ കുറിച്ച് പറയണ്ട. ഓരോ മണ്ണിനടിയിൽ പോയില്ലേ, ഇനി അങ്ങോട്ട് പരലോകത്ത് ചെന്നിട്ടാണ് പ്രേമിച്ചോ അവരെ, അതാ നല്ലത്. ഇനിയിപ്പോൾ വേറെ ഏതാന്നാ തലയിൽ കയറ്റിച്ച് കൊണ്ടുവരണത്, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ. ഉമ്മ വീണ്ടും വിളകുകയാണെന്ന് കണ്ടപ്പോൾ അവൻ അപ്പോൾ തന്നെ കാറെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അതേ, എൻ്റെ കെട്ടിയോണ്ട് നൂർജഹാൻ ഓളൊന്ന് വെച്ച് കറങ്ങി പിടിച്ചോ, അല്ലാതെ. എന്നാൽ നൂർജഹാൻ പലപ്പോഴും വീട്ടിൽ നിന്ന് പോകുന്നത് അത് ജസീറിന് വല്ലാത്തൊരു സൗകര്യമായി. അതുകൊണ്ട് തന്നെ അവൾ എപ്പോൾ വരികയാണെങ്കിലും പോവുകയാണെങ്കിലും അവന് പരാതിയേ ഇല്ല. ഉമ്മ പലപ്പോഴും പറയും, നോക്കിക്കോ, അതെ ഓൾ ആരടുത്തേക്കാ പോണെന്ന് കരുതിക്കോ. അല്ലാതെ ശരിയാവൂല. ഈ എന്ത് വിചാരിച്ച് എന്ത് പൊട്ടനായിയേ, എന്തെങ്കിലും പൊട്ടത്തിരെ കാട്ടിക്കൂട്ടിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കെട്ടി പെണ്ണിനെ നോക്കാൻ എനിക്ക് കെൽപ്പില്ലെങ്കിലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ, നൂർജഹാൻ അവൾ പക്വതയുള്ളവളാണ്, അവൾക്ക് എങ്ങോട്ട് പോകണം വരണം എന്നുള്ളത് നന്നായിട്ടറിയാം. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അവളെ നോക്കേണ്ട ആവശ്യമില്ല. ഈ അങ്ങോട്ട് വിശ്വസിച്ച് എടാ കണ്ട ആണുങ്ങളെ കൂടെ കറങ്ങാൻ പോവുമായിരിക്കും. നൂർജഹാൻ അത്തരക്കാരി ഒന്നല്ല, അത്ര നല്ലോളം നല്ലോല്ലേ, കുറച്ച് തൊലിവെളുപ്പും കുറച്ച് തടിയും വലുപ്പും കുറച്ച് ഫാഷനും ഉണ്ടെന്ന് കരുതിയിട്ട് എന്തും കാട്ടാന്ന ഓളെ വിചാരം. ഓളെ ആരും ചോദ്യം ചെയ്യില്ല എന്നാ. കാരണം എന്താ, ഓൾക്ക് ഓളെ പൈസ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് അങ്ങനെ ഇഷ്ടം പോലെ നടക്കുക. നീ ഒരു പെൺകോന്തനായിക്കാണ്ട് ഓളെ പിന്നാലെ നടന്നോ, അതാ വേണ്ടത്. ഉമ്മ എന്നെ പഠിപ്പിക്കണ്ട. എന്നാൽ നൂർജഹാൻ എങ്ങോട്ട് പോയാലും അവനക്കറിയാം അവളൊന്നും ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജസീർ അതൊരു മുതലാക്കി എടുക്കുകയും ചെയ്തു. എന്നാൽ ഹലോ ഇക്ക, അവൻ കാറിൽ പുറപ്പെടുമ്പോൾ അതാ. എന്താടേ? അത് പിന്നുണ്ടല്ലോ, എവിടെ നിങ്ങൾ പറഞ്ഞല്ലോ വൈഫുണ്ടെന്നൊക്കെ, പിടിക്കുമോ? അവൾ നേരം വെളുത്താൽ പോകും. അവൾക്ക് കുറേ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോകും. എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. ഞാനും തന്നെ മൈൻഡ് ചെയ്യാറില്ല. അവളവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. കാരണം എങ്കിലുള്ള നമുക്ക് നമ്മൾ നടത്താൻ പറ്റുള്ളൂ. ഇക്കായുടെ ഒരു ഐഡിയ കൊള്ളാലോ. സത്യം പറഞ്ഞാൽ സംസാരിച്ച് എനിക്ക് അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടോ. അല്ല, ഞാൻ അങ്ങോട്ട് വരട്ടെ? അല്ല, ബാപ്പുണ്ട്, ബാപ്പ കാണട്ടോ. ബാപ്പ കണ്ടു കഴിഞ്ഞ് എൻ്റെ പൊന്നോ, എന്നെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല. എൻ്റെ പെണ്ണ്, നിൻ്റെ സൗണ്ട് എത്രമാത്രം
സുന്ദരമാണ്. എൻ്റെ ചെവിയിലേക്ക് അതിനോട് പതിക്കുമ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്തൊരു സുഖമാണ് പെണ്ണെ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കുറച്ച് കേട്ട് കഴിയുമ്പോൾ ശരിയാവും. ഇതിപ്പോൾ ആദ്യമായിട്ടായിട്ടാണ്. പെണ്ണെ, എന്താ കഴിച്ചത്? നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് തരാം. എന്താ വേണ്ടത്? എനിക്ക് പിസ്സ, കുഴിമന്തി, ഐസ്ക്രീംസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ അതിപ്പോൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തുമ്പോഴേ ബാപ്പ ചോദിക്കൂലേ ഇത് എവിടെ നിന്നാന്ന്. അപ്പം ഞാൻ എന്ത് പറയും? അത് നീ ഓർഡർ ചെയ്താന്ന് പറയണം, ഞാൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്തോളാം. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ഒരു ഗിഫ്റ്റ് ആക്കട്ടെ? എന്ത് ഗിഫ്റ്റ്? ഞാൻ നിനക്കൊരു നല്ലൊരു ഡയമണ്ട് നെക്ലേസ് ആൻഡ് റിങ്, അതിലേക്ക് സെറ്റ്, ഒരു മോതിരം. എന്താ? ഓ പിന്നെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഡയമണ്ട്സൊക്കെ എടുക്കാൻ ഇക്കാക്ക് കപ്പാസിറ്റി ഉണ്ടോ? എൻ്റെ പെണ്ണേ, എൻ്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. എപ്പോഴും എനിക്ക് എന്താ പറയുക, ബാലൻസ് തന്നെ 50 lakhs ബാലൻസ് ഉണ്ടാകും, ബാങ്ക് ബാലൻസ്. അതിന് ശേഷമുള്ളത് ഞാൻ ചിലവഴിക്കുള്ളൂ. എനിക്ക് നോ പ്രോബ്ലം. നിനക്ക് ഞാനൊരു ഡയമണ്ട് നെക്ലേസ് തരട്ടെ? ഇന്ത്യക്കാർക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിടാം. ഓക്കെ. ഓ എന്നാൽ നീ അഡ്രസ്സ് അയക്ക്. എന്നാൽ അതാ റിസ്വാന വക്കീലിൻ്റെ ആ ഭാഗത്തുള്ള അഡ്രസ്സായിരുന്നു കൊടുത്തത്. എന്നാൽ ആ നിമിഷം തന്നെ അവൻ ഡയമണ്ട് നെക്ലേസ് വാങ്ങുവാൻ വേണ്ടി ജ്വല്ലറിയിൽ പോയി. ഒരു നിമിഷം അതാ അവൻ ഡയമണ്ട് നെക്ലേസ് വാങ്ങുവാൻ ജ്വല്ലറിയിലേക്ക് പോകുന്ന കാര്യം അതവൾ ശരിക്കും കണ്ടു. അവൾ അവിടെ വെയിറ്റ് ചെയ്തു. ഓ പിന്നെ വാങ്ങട്ടെ. എന്നാൽ അതിനിടയിൽ ഓരോ ഫോട്ടോസ് അവളുടെ നമ്പറിലേക്ക് വിട്ടുകൊടുത്തു. ഇതെങ്ങനെയുണ്ട്? ഇത് എത്ര വരും? ഇത് സിമ്പിളാണ്, 4 lakh 5 lakh ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, സിമ്പിൾ മതി. നോ പ്രോബ്ലം. ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇതെൻ്റെ മൊഞ്ചത്തി പെണ്ണിന് നന്നായിട്ട് ചേരും. അത് പിന്നെ ഈ ഡയമണ്ട് നെക്ലേസും ഡയമണ്ട് റിങ്ങും കമ്മലൊക്കെ ഇട്ടിട്ട് എൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ടല്ലോ എൻ്റെ പൊന്നെ, എനിക്കത് അതിനു വേണ്ടി കൊതിക്കുകയാണ്. എൻ്റെ ഇക്ക വൈകാതെ അതൊക്കെ സെറ്റാവുമല്ലോ, നിങ്ങൾ വിഷമിക്കല്ലേ. എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൻ ഡയമണ്ട് നെക്ലേസ് വാങ്ങുവാൻ വേണ്ടി പോയി. എന്നാൽ ഈ സമയം നമ്മുടെ നൂർജഹാൻ അതാ റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കെത്തി. അവിടെ പോയി ബെല്ലടിച്ചു. ആയിഷ അവിടെ അടിച്ചു വാരുകയായിരുന്നു. പെട്ടെന്ന് ആയിഷ വന്ന് വാതിൽ തുറന്നു. അല്ല, ആരേ ഇത്? കയറി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ റിസ്വാന? അപ്പോഴേക്കും സഫീറും വന്നു. നൂർജഹാൻ ഇത്ത കയറി. അല്ല നിങ്ങൾ റിഷു മോളെ. അപ്പോഴേക്കും അവരൊക്കെ ഓടിയെത്തി. റിസ്വാന വക്കീൽ സന്തോഷത്തോടെ നൂർജഹാനെ കെട്ടിപ്പിടിച്ച്, നൂർത്താ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എന്നാൽ അവളുടെ കൈകളിൽ സ്വീറ്റ്സും ചോക്ലേറ്റ്സും കേക്ക്സും അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോഴേക്കും അതാ കുഞ്ഞു ആമി വാങ്ങി അവളുടെ കൈകളിൽ കൊടുത്തു. സന്തോഷത്തോടെ അവളത് വാങ്ങി. വെരി നൈസ്. എന്നാൽ എൻ്റെ നൂർത്തയെ കെട്ടിപ്പിടിച്ച് റിസ്വാന വക്കീൽ കരഞ്ഞു. നൂർത്ത ഒരിക്കലും ഉപകാരം മറക്കില്ല കേട്ടോ. എൻ്റെ സഫീറിനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. മോളെ നന്ദി പറഞ്ഞോ പഠിച്ചവനോട്? എന്നോടല്ല, ഞാൻ അതിലൊരു കാരണം മാത്രം. നൂർത്ത, എന്നാലും എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിട്ടോ. അതിനെന്താ, അതൊക്കെ നമ്മൾ ചെയ്ത് തീർക്കേണ്ട കടമയല്ലേ. എന്തൊക്കെ തന്നെയായാലും വളരെയധികം സന്തോഷമായില്ലേ. എവിടെ സഫീർ? നൂർത്ത, വല്ലാത്ത ഉപകാരം കേട്ടോ. എൻ്റെ പൊന്ന് സഫീർ, നീ എൻ്റെ അമ്മായിയുടെ മകനാണ്, ശരിയാണ്. പക്ഷേ നിൻ്റെ അമ്മായിയും നിൻ്റെ അമ്മായിൻ്റെ മൂത്ത മകനും അവരെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നൂർത്ത, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, മറക്കില്ല. എൻ്റെ പൊന്ന് സഫീർ, ഇതാ ഈ സ്വീറ്റ്സ് എടുത്ത് കഴിക്കേ, മധുരല്ലേ സന്തോഷത്തിന്. എന്നാൽ വെല്ലിമ്മയുടെ അരികിൽ അതാ നൂറത്ത് പോയി. വെല്ലിമ്മ എവിടെ? വെല്ലിമ്മ എൻ്റെ വെല്ലിമ്മക്ക് എന്നെ മനസ്സിലായില്ല. മോളെ നൂർമോളല്ല, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും വന്നിരുന്നല്ലോ, നല്ല മോളാണ് എൻ്റെ കുട്ടി. എന്നാൽ അതാ നേരെ ആമിയുടെ അടുത്ത് നൂർജഹാൻ വന്നു. ആമി, ആമിക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ആൻറ്റി ഇഷ്ടപ്പെട്ടോ? മിഠായി കഴിച്ചോ? ഇതാ സ്വീറ്റ്സ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ആൻറ്റി ഇഷ്ടാണോ? ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടമാണ്. അല്ലോ, നല്ല മോളാണ് ആമിക്കുട്ടി.
നമുക്ക് പോണ്ടേ നമ്മൾ വീട്ടിലേക്ക്? ആ, നമുക്ക് പോണട്ടോ, ഒരു ദിവസം ഞാൻ കൊണ്ടുപോട്ടോ മോളെ. എന്നാൽ ആമിക്കുന്നിന് നൂർജഹാൻ വരുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ശരിക്കും നൂർജഹാൻ അവരുടെയൊക്കെ ഒരു രക്ഷകയായി മാറിയിരിക്കുകയാണ്. എന്നാൽ റിസ്വാന വക്കീലിനെ ഒരിക്കൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും ഇങ്ങനെയൊരു പെണ്ണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമായി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആയിഷയോട് നല്ല രീതിയിൽ, ആയിഷ എങ്ങനെയുണ്ട്? സുഖാണ്. പിന്നെ എന്തൊക്കെ സുഖല്ലേ? ആ സുഖാണ്. ഏതായാലും ജീവിതം ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? ഇല്ലിത്ത, ഒരുപാട് വിഷമിച്ചു ഞങ്ങൾ. അതെ, ഞാനും എൻ്റെ മോളും കഷ്ടപ്പാടിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴൊരു ആശ്രയമായി അത് സഫീർ സഹായിച്ചത് കൊണ്ട് വെയിലും മഴയും കൊള്ളാത്ത ഒരിടത്ത് ഞങ്ങൾ ജീവിക്കുന്നു. എൻ്റെ മോൾക്കും സമാധാനമായി. മറ്റേത് ഞങ്ങളാകെ ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യുക, ജീവിതത്തിൽ ഓരോ തെറ്റുകൾ പറ്റിപ്പോയി. പക്ഷേ എന്നാൽ നൂറുത്ത അവളോട് ചോദിച്ചു, അല്ല നിന്നോട് ജസീർ ശരിക്കും? അതീത്ത, അറിയാതെ ഇഷ്ടം വന്നു പോയി എനിക്ക് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. പക്ഷെ എന്ത് ചെയ്യാം, പലതും സംഭവിച്ചു. പാതിരാത്രി വെള്ളമെടുക്കാൻ പോയതായിരുന്നു. അതിനിടയിൽ അവനറിയാതെ എൻ്റെ പിന്നിലൂടെ അങ്ങ് കയറി പിടിച്ചു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം ഞാൻ കുതിരയോടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ ബലമായ കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ആയിഷ, ആയിഷ, എനിക്ക് നിന്നിൽ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. തട്ടിത്തെറിപ്പിക്കരുത് പ്ലീസ്. ആയിഷ, തീർച്ചയായും ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും. നീ എനിക്കുള്ള പെണ്ണാണ്. ദുനിയാവിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണ്. എൻ്റെ പെണ്ണ് നീയാണ്. മറ്റൊരു പെണ്ണിനെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എൻ്റെ ആയിഷ. എന്നാൽ അവൻ്റെ ആ ഒരു സ്വർണ്ണവാക്കിൽ മയങ്ങി ഞാനങ്ങ് അവനിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ഞങ്ങളുടെ ദിവസങ്ങൾ അങ്ങനെ പല ദിവസങ്ങളിലായി ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടേതായ ലോകം തേടി പോകുമായിരുന്നു. പലപ്പോഴും സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ, ആരും വരാത്ത സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ആ രാത്രികൾ. സത്യം പറഞ്ഞാൽ എന്നോട് സ്നേഹമായിരുന്നു. എന്ത് ചെയ്യാം? പക്ഷേ അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. ഞാൻ പ്രഗ്നൻ്റുമായി ഗർഭിണിയായ സ്ഥിതി അറിഞ്ഞ ആ നിമിഷം, ഇല്ല, ഞാനത് പറയുന്നില്ല. ഇനി എൻ്റെ ജീവിതം മുഴുവനും കഷ്ടപ്പാടാണ്, വിഷമാണ്. സാരല്ല ആയിഷ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ വിഷമിക്കല്ലേ. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെ കിട്ടിയതിന് ഞാൻ പഠിച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. അതെ, പിഴച്ചു പറ്റിയ കുട്ടിയാണ് എൻ്റെ കുട്ടി. എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും. ഞാൻ ചെറുപ്പമായിരുന്നു. എന്ത് ചെയ്യാൻ? എന്നാലും എൻ്റെ മോളുണ്ടായതുകൊണ്ട് എനിക്ക് നല്ല ആശ്വാസമാണ്. അതെ, ജസീറിൻ്റെ കുഞ്ഞ്. ഇവളെൻ്റെ ജസീറിൻ്റെ പൊന്നു മോളാണ്. ആ മുഖം കണ്ടില്ലേ? അതെ, എന്നാലും എനിക്ക് അന്ന് അങ്ങനെ ആയത് എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ കുഞ്ഞ് എനിക്കിപ്പോൾ താങ്ങും തണലുമാണ്. ഞാനൊന്ന് കരഞ്ഞാൽ അവൾക്ക് വല്ലാത്ത വിഷമാണ്. എന്തിനും ഉമ്മച്ചി കരയുന്നത് എന്ന് പറഞ്ഞ്. എന്നാലും പടച്ച റബ്ബ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നു. ഒരുപാട് ഞാൻ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടി. അല്ലാഹ് അറിവില്ലായ്മ കൊണ്ട് അറിയാതെ തെറ്റ് പറ്റിപ്പോയതാണ് റബ്ബേ. പക്ഷേ ആ പാതിരാത്രി ഞങ്ങൾ ഇറക്കി വിടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. സാരല്ല നൂർത്ത, എന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷ അങ്ങനെയൊക്കെ ആയി. അറിയാത്ത കാലത്ത് തെറ്റി പറ്റി. ഒരുപാട് ക്ഷമ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ ജീവിച്ചാൽ മതി. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നൂർജഹാൻ്റെ മനസ്സലിഞ്ഞു. അതെ, അവൾ കരുതിയിരുന്നു അല്ലെങ്കിലും ആയിഷയെ രക്ഷിക്കണമെന്നുള്ളത്. ആയിഷ, നിനക്ക് പുതിയൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ നീ അതിനെ... അല്ലോ, എന്ത് പറയുന്നത്? ഇനി വേണ്ട, ഇനി ഒരിക്കലും വേണ്ട. ഒന്നെന്നെ പറ്റിപ്പോയി. ഇനി എൻ്റെ മോളോടൊപ്പം മരിക്കുവോളം. ആമി ചെറുതല്ലേ? ചെറുതൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ? എൻ്റെ കുട്ടിക്ക് ഉപ്പയുടെ കൂടെ ജീവിക്കാന്നുള്ള ഭാഗ്യമല്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ സഫീർ, അതെ, സഫീറിനെ അവൾ ഉപ്പയെന്ന് വിളിക്കും, ആപ്പാപ്പ എന്ന് വിളിക്കും. അത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പെട്ടു. അതെ, എൻ്റെ കുട്ടിക്ക് ഒരു ഉപ്പച്ചിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ഓർക്കും. പക്ഷെ അറിയുന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ? സാരല്ല, ഞങ്ങളുടെ വിധി അങ്ങനെ. എന്നാൽ ഇവരുടെ കുടുംബത്തേക്ക് തന്നെ എത്തിപ്പെട്ടു. അതും പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹം തന്നെയല്ലേ? സ്നേഹമുള്ള സഫീറും അതെ റിസ്വാന വക്കീലും വല്യമ്മയും. ഇതാണിപ്പോൾ ഞങ്ങളുടെ ലോകം. ഇവരുടെ കൂടെ ഞങ്ങൾ സുഖസുന്ദരമായി കഴിയുന്നു. ഇനി ഒരിക്കലും മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ആയിഷയുടെ വാക്കുകൾ കേട്ട നൂർജഹാൻ ഒരു നിമിഷം അതാ വിചാരിച്ചു, റബ്ബേ,
അതെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് ഇത് പൂർത്തിയാക്കണം ആദ്യം, എന്നിട്ട് ബാക്കി. എന്നാൽ അപ്പോഴേക്കും അതാ ജസീർ വിളിക്കുന്നു. ഹലോ, ഞാൻ ഡയമണ്ട് നെക്ലസിൻ്റെ ഫോട്ടോസ് വിട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ. ഓ ഓക്കെ ബേബി. അവൾ അപ്പോൾ തന്നെ നോക്കി. എന്നാൽ ആയിഷയോട് ചോദിച്ചു, ആയിഷ, ഇതിൽ ഏറ്റവും ഭംഗിയേതാ? ഇത് ഡയമണ്ട് നെക്ലേസ് അല്ലേ? ഓ, ഇതൊക്കെ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തതാണ്. അതല്ല, നിന്നോട് ചോദിച്ചൊന്ന് മാത്രം, ഇതിലേതാണ് ഏറ്റവും ഇഷ്ടം? അവൾ 1 2 3 സെലക്ട് ചെയ്തിട്ട് അപ്പോഴേക്കും ആമി വന്ന് നോക്കട്ടെ. ഇത് നല്ല ഭംഗിയുണ്ട്, മോൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇത് എനിക്കാണോ? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അത് ഡയമണ്ട് ആണ്, അല്ലാതെ കളിക്കുന്ന മുത്തുമാലയല്ല. ആയിഷ അവൾ അതിൽ നിന്നും അകറ്റി. എന്നാൽ അപ്പോൾ തന്നെ നൂർജഹാൻ പറഞ്ഞു, സാരമില്ല, അവൾ സെലക്ട് ചെയ്തോട്ടെ, അതിനിപ്പോൾ എന്താ, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമേ അല്ല. എന്നാൽ ആമി സെലക്ട് ചെയ്തതിനനുസരിച്ച് അത് ടിക്കിട്ടുകൊണ്ട് അതാ ജസീറിന് അയച്ചു കൊടുത്തു. ഹലോ, ഇത് മതിട്ടോ. ഓക്കെടാ, ഞാനിത് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു, ഇത് എനിക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഒരു നിമിഷം അവൻ വിചാരിച്ചു, അതെ, ബാപ്പാക്കും മോൾക്കും ഒരേ ഇഷ്ടങ്ങളാണ് പലതും അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ ജസീർ സന്തോഷത്തോടു കൂടി അത് വാങ്ങി അവൻ്റെ കൈകളിൽ വെച്ച് ഒരു ഫോട്ടോ അപ്പോൾ തന്നെ തിരിച്ചു വിട്ടുകൊടുത്തു. എൻ്റെ പെണ്ണെ, നിൻ്റെ കഴുത്തിൽ ഇത് അത്യധികം ഭംഗിയുള്ളതായിരിക്കും അല്ലേ? അതെ, ഓക്കെ. ഇതെങ്ങനെ അയക്കും? ഞാൻ കൊറിയറായിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വഴി ഉണ്ടാവുമല്ലോ അയക്കാൻ, നോക്കട്ടെ കേട്ടോ. ഓക്കെ. അങ്ങനെ ഒരു നിമിഷം നൂർജഹാൻ അവൾക്ക് തോന്നി, അതെ, എൻ്റെ ദൗത്യങ്ങൾ പതുക്കെ പതുക്കെ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു, എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പടച്ച റബ്ബ് പൂർത്തിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നിപ്പോയി അവൾക്ക്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.